അച്ഛനും അമ്മയും പറഞ്ഞു, നീ കിടന്നുറങ്ങുക, നമുക്ക് എല്ലാവരും പരിഹാരമാക്കാമെന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷെ അത് പിന്നെ ഒന്നും ഇതായില്ല. കുറേ പാതിരാത്രി വരെ 1 മണി വരെ ആയിട്ടും ഇവരെ എഴുത്തും കുത്തും എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഇവർ നിർബന്ധിച്ചിട്ടാണ് നീ കിടന്നുറങ്ങുമെന്ന് പറഞ്ഞ് തുടങ്ങിയത്. പറഞ്ഞിട്ടുണ്ട്. SIR ഇത് കിട്ടിയാൽ മുതൽ വലിയൊരു സമ്മർദ്ദം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ നിശ്ചിത ദിവസത്തിനുള്ളിൽ ഇത് പൂർത്തിയാക്കണമെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര പ്രയാസം ഉണ്ടായത്. ഇപ്പോൾ ടീച്ചറും പറഞ്ഞു, അതായത് അനീഷിൻ്റെ അമ്മയും അച്ഛനുമായിട്ട് ഞങ്ങൾ സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞു, ഈ ഒരു പണി വലിയ എടുക്കാൻ പറ്റുന്നതല്ല. കാരണം ഒരു പാവ മനുഷ്യനാണ്, ഇന്ന് അധികം റിസ്ക് ഒന്നും ഏറ്റെടുക്കാൻ വേണ്ടി കഴിയാത്ത ഒരു ചെറുപ്പക്കാരനാണ്. അപ്പോൾ പിന്നെ ഇത് കിട്ടിയത് മുതൽ വലിയ ഭയങ്കര ടെൻഷനുണ്ടായിരുന്നു. കാരണം നാട്ടുകാരെ എല്ലാവരും ഒന്നും അങ്ങനെ പരിചയമില്ല, കൂട്ടത്തിലൊന്നും അല്ല. അപ്പോൾ ഓരോ ദിക്കെത്തുമ്പോൾ ഇങ്ങനെ മറ്റേ പുറം കിട്ടിയിട്ട് അങ്ങനെ പറയുമല്ലോ. അപ്പോൾ ഇതൊക്കെ വരുമ്പോൾ ഇതൊന്നും താങ്ങാൻ പറ്റുന്നില്ല. പിന്നെ ഇത് നിശ്ചിത അവസ്ഥയിലുള്ളത് പൂർത്തിയാക്കി കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇന്നലെ രാത്രി കംപ്ലീറ്റ് ഒരു അസഹിഷ്ണുത വല്ലാത്തൊരു ഇതാണ് ഉണ്ടായിരുന്നു. അപ്പോൾ അച്ഛനും അമ്മയും പറഞ്ഞു, നീ കിടന്നുറങ്ങുക, നമുക്ക് എല്ലാവരും പരിഹാരമാക്കാമെന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷെ അത് പിന്നെ ഒന്നും ഇതായില്ല. കുറേ പാതിരാത്രി വരെ 1 മണി വരെ ആയിട്ടും ഇവരെ എഴുത്തും കുത്തും എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഇവർ നിർബന്ധിച്ചിട്ടാണ് നീ കിടന്നുറങ്ങുമെന്ന് പറഞ്ഞ് തുടങ്ങിയത്. ഇന്ന് രാവിലെ സാധാരണ ഇന്ന് പള്ളിയിൽ പോകുന്ന ദിവസമാണ്. അപ്പോൾ ഇവരെല്ലാം കൂട്ടി പള്ളിയിൽ പോയി അവിടെ കൊണ്ടാക്കിയിട്ട് സാധാരണ അവിടെ കൊണ്ടുപോയി പള്ളിയിലത്തെ ചടങ്ങെല്ലാം കഴിഞ്ഞതിന് ശേഷം അവരെയും കൂടെ കൂട്ടിയിട്ട് തിരിച്ചു വരികയാണ് സാധാരണ ചെയ്യാറ്. പക്ഷേ ഇപ്രാവശ്യം അവരെ അവിടെ കൊണ്ടാക്കിയിട്ട് എനിക്ക് കുറേ എഴുതാനുണ്ട്. ഇത് തന്നെയാണ് പറയുന്നത്, ഇത് എങ്ങനെ മാറുന്നില്ല മനസ്സ്. അപ്പോൾ അത് എഴുതാനുണ്ടെന്ന് പറഞ്ഞിട്ടാണ് നേരെ വരുന്നത്. വന്ന് അവർ പള്ളിയിൽ നിന്ന് പിന്നെ തിരിച്ചു വരുമ്പോഴേക്കാണ് ഈ ചിത്രം കാണുന്നത്. അപ്പോൾ അല്ലാത്ത ഒരു ടെൻഷൻ ആയിരുന്നു എന്നുള്ളത് ഇവൻ മേലുദ്യോഗസ്ഥന്മാർക്ക് 4 തവണ ഇത് ആവില്ല എന്ന് പറഞ്ഞിട്ട് എഴുതി കൊടുത്തതായിട്ട് ടീച്ചർ ഇപ്പോൾ പറഞ്ഞു. എന്നോട് ടീച്ചർ പറഞ്ഞു 4 തവണ പോയി ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, പക്ഷേ അവർ ഒഴിവാക്കാൻ തയ്യാറായില്ല. അപ്പോൾ ഈ രീതിയിലുള്ള കടുത്ത സമ്മർദ്ദം തന്നെയാണ്, ജോലി സമ്മർദ്ദം തന്നെയാണ് പിന്നെ അനീഷിന് ഈ രീതിയിൽ അവൻ്റെ ജീവൻ എടുത്തതെന്ന് പറയാൻ തീർച്ചയായിട്ടും. അച്ഛൻ പിന്നെ ജോർജ് മാഷ് നമ്മളെല്ലാം നല്ല ഇതാണ്. അമ്മ പിന്നെ ടീച്ചറാണ്, 2 ആൾ റിട്ടയറാണ്. പിന്നെ ഒരു പെങ്ങളുണ്ട്, ഒരു അനുജനുമുണ്ട്. അനുജൻ എറണാകുളത്താണ് ജോലി ചെയ്യുന്നത്, പെങ്ങൾ ടീച്ചറാണ്. ഇപ്പോൾ പെങ്ങൾ വന്നു. അപ്പോൾ ഒരു പാവം ചെറുപ്പക്കാരനാണ്. ഒരു സാധാരണ ഒരു ചെറുപ്പക്കാരൻ്റെ തൻ്റെ ഒരു ധൈര്യമെല്ലാം ലേശം കുറവാണ്. അപ്പോൾ പിന്നെ കൂടുതൽ നാട്ടുകാരായിട്ടൊന്നും വലിയ ഇതൊന്നുമില്ല. പക്ഷെ നമ്മൾ തൊട്ട് അയൽവക്കത്തല്ല വലിയ ചെറുപ്പക്കാരായിട്ട് നല്ല ബന്ധത്തിലാണ്. അപ്പോൾ ഇത് ശരിക്കും ജോലി ഭാരം ഇത് എനിക്ക് പറ്റുന്നതല്ല എന്നുള്ളത് കടുത്ത രീതിയിൽ തന്നെ അവൻ്റെ സഹപ്രവർത്തകരോടും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ സഹപ്രവർത്തകൻ അയാളെ ജോലി കഴിഞ്ഞതിന് ശേഷം അയാൾ പറഞ്ഞു, ഞാൻ സഹായിക്കാം ഇന്ന് പറഞ്ഞ ദിവസം ഇന്ന് സഹായിക്കാമെന്നും കൂടെ പറഞ്ഞു. പക്ഷേ അതിന് മുമ്പേ തന്നെ അനീഷ് നമ്മളെ വിട്ടു പോയി. 4 തവണ പരാതി കൊടുത്തിട്ടുണ്ട് അമ്മ പറഞ്ഞു. ടീച്ചർ പറഞ്ഞു എന്നോട്, ടീച്ചർ തന്നെ പറഞ്ഞു. അച്ഛൻ പിന്നെ അധികം പറയുന്നില്ല. അച്ഛനും പറഞ്ഞതാണ് ഇത് പിന്നെ എൻ്റെ മോനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസം ഉണ്ടാക്കിയതാണ്. ഞാൻ പലപ്പോഴും ആശ്വസിപ്പിച്ചു. പക്ഷെ ഓനെ അത് ആശ്വസിപ്പിച്ച് അന്നേരം ബോധ്യപ്പെടും. അത് കഴിഞ്ഞ് വീണ്ടും ആ ടെൻഷൻ അവൻ്റെ മനസ്സിനെ കടന്നിട്ട് വല്ലാണ്ട് രീതിയിൽ പ്രയാസം ഉണ്ടാക്കി എന്നുള്ളത് അവർക്കെല്ലാം കുടുംബത്തിലെല്ലാവർക്കും അറിയാം. അപ്പോൾ ആ ഒരു സമ്മർദ്ദം തന്നെയാണ് ഒരു ചെറുപ്പക്കാരൻ്റെ ജീവൻ ഇതായത്. പ്രവർത്തനമാണ്. ഞാനിവിടെ ഇത് പറ്റിയത് പറഞ്ഞ് വിവരം കിട്ടിയ ഉടനെ തന്നെ ഇവിടെ വന്ന് മാഷകൾക്ക് അടുത്ത് തന്നെ ഇരുന്ന് നമ്മൾ ഒരു 3 ദിവസം മുമ്പെയാണ് ഇവിടെ വീടുമായിട്ട് വന്ന് ഞങ്ങൾ ഗൃഹസന്ദർശനം എന്ന രീതിയിൽ ഇറക്കിയിട്ട് പോയത്. അപ്പോൾ നല്ല ഇതാണുണ്ടായിരുന്നു, പ്രവർത്തനമുണ്ടായി. പക്ഷേ അന്നേരം അനീഷ് ഉണ്ടായിട്ടില്ല. ആ രീതിയിൽ നമ്മൾ പോയതാണ്. അപ്പം മാഷായിട്ട് നല്ല ബന്ധമാണ്, ടീച്ചറായിട്ടും അന്നേരം വന്നതാണ്. അപ്പോൾ ആ രീതിയിൽ ഇപ്പോൾ ടീച്ചറെ അടുക്കലിൽ ഇരുന്നിട്ട് ടീച്ചർ പറഞ്ഞു പരാതി കൊടുത്തിട്ട് അവർ ഒഴിവാക്കാൻ തയ്യാറായില്ല. അവർ പറഞ്ഞു നമ്മൾ ഇത് ഒഴിവാക്കണം എന്ന് പറഞ്ഞപ്പോൾ അവർ ഒഴിവാക്കാൻ തയ്യാറായില്ല. അപ്പോൾ തയ്യാറായപ്പോൾ പിന്നെ ഇത് എടുക്കാണ്, എൻ്റെ ജോലി പോകുമെന്നുള്ള ഒരു പേടിയായല്ലോ. ആ രീതിയിലാണ് ഇത് എടുത്ത് പിന്നെ ഇത്ര നിശ്ചിത ദിവസത്തിനുള്ളിൽ ഇതെല്ലാം പൂർത്തിയാക്കണം എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഒരു പെൺകുട്ടി, മൂത്തത് പെൺകുട്ടി,
ഇളയത് ആൺകുട്ടി സ്കൂളിൽ പഠിക്കുന്നു. ആ ആൺകുട്ടി ഇപ്പോൾ ഒന്നും അറിയില്ല. ഇത് പെൺകുട്ടിക്ക് ഏകദേശം മനസ്സിലായി വന്നു. അത് ഇപ്പം കരയാൻ തുടങ്ങി. പക്ഷേ ആൺകുട്ടി ഒന്നും അറിയില്ല, ചെറിയതാണ്. വല്ലാത്തൊരു ദാരുണമായ സംഭവം തന്നെയാണ്. അപ്പം ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ BLOമാരായിട്ടുള്ള ആളുകളായിട്ട് ബന്ധപ്പെടുമ്പോൾ അവർ പറയുന്നത് എങ്ങനെയാണ് ചെയ്യേണ്ടത് ആകെ കടുത്ത സമ്മർദ്ദത്തിലാണ് അവർ 2-3 ആളുകൾ വന്നു പറഞ്ഞിട്ടുണ്ട്. മറ്റുള്ളവരും ഇതുപോലെ പിന്നെ ഇതൊരു കടുത്ത സമ്മർദ്ദമാണ്, ഇത് എങ്ങനെയാണ് ദിവസത്തിനുള്ളിലാക്കുക, കാരണം ഒന്ന് ഈ ഇലക്ഷൻ നടക്കുന്നത്, ആർക്കും നമ്മളെ സഹായിക്കാൻ സമയമില്ല. അപ്പോൾ ഇത് ഒന്നിച്ചാകണമെന്ന് പറഞ്ഞാൽ അവർക്ക് സ്വാഭാവികമായിട്ടുമായി വലിയ പ്രയാസം അവർ ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കറിയുന്ന കുറേ BLOമാരുണ്ടല്ലോ. ഇത് 1-ാം വാർഡിനാണ് ഏറ്റെടുക്കുക. ഈ 1-ാം വാർഡിന് പിന്നെ BLO ആയിട്ടാണ് ഇല്ലത്, പരീക്ഷ ഇല്ലത്, ബൂത്ത് നമ്പർ 18. അപ്പോൾ വലിയ പ്രയാസം തന്നെയാണ് ഇവിടെ.